എല്ലാവരും ചേർന്ന് ഒരു പാട്ട് പാടുക. എല്ലാവർക്കും അറിയാം, കരങ്ങളടിച്ച്. നമ്മുടെ കർത്താവിന്റെ ദർശനാമപ്പെടുത്തപ്പെടുന്നതാകട്ടെ. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനമായിട്ട് ദൈവത്തിൽ നിൽക്കാൻ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. ഒരു വാക്യം നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. 13-14. പിതാക്കന്മാരെ, ആദിമുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ നിങ്ങൾ എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാൽ നിങ്ങൾ എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കുകയാൽ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളതിനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അതാണ്. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങൾ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവിടെ പറയാണ്, പലർക്കും ഇവിടെ എഴുതിയിരിക്കുന്ന വചനം, അപ്പോസ്തലൻ വചനം എഴുതിയിട്ട് പറഞ്ഞിരിക്കുക. അത് എന്തുകൊണ്ടാണ് പലർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് എഴുതിയത്? ഒരാൾക്ക് വേണ്ടിയിട്ടല്ല വചനം എഴുതിയത്, അല്ലേ? എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഏത് കാറ്റഗറിയിലുള്ളവർക്കും വേണ്ടിയിട്ടാണ് വചനം എഴുതിയത്. എന്നിട്ട് പറയാണ്, പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളതിനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാര് കുഞ്ഞുങ്ങളോട് പറയാണ്, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാതെ നിങ്ങൾക്ക് എഴുതുന്നു. വീണ്ടും പറഞ്ഞു, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കാതെ നിങ്ങൾക്ക് എഴുതുന്നു. വീണ്ടും പറയും, പിതാക്കന്മാരെ, നിങ്ങൾ ആദ്യം മുതൽ ഉള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങൾ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാനും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് എപ്പോഴും കുഞ്ഞുങ്ങളോട്, അല്ലെ, യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ കുഞ്ഞുങ്ങളോടൊരു പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മളോട് സംസാരിക്കുമ്പോഴും കുഞ്ഞുങ്ങളെന്ന് വിളിച്ചാൽ പലപ്പോഴും വചനം. എനിക്ക് തോന്നുന്നത് യോഹന്നാൻ അപ്പോസ്തലനാണ് ഏറ്റവും കൂടുതൽ സ്നേഹം അനുഭവിച്ചത്. യോഹന്നാനാണ് യേശുവിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്ന യോഹന്നാനാണ്. ആ ദൈവത്തിനുള്ള സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടായിരിക്കും
അപ്പോസ്തലൻ എഴുതിയപ്പോഴും പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ വിശ്വാസികളോട് അല്ലെങ്കിൽ ദൈവസഭയിലുള്ള ദൈവമക്കളെ എല്ലാവരെയും കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് സംബോധന ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് പറയുകയാണ് കേട്ടോ, കുഞ്ഞുങ്ങളോട് പ്രത്യേകം പറയുകയാണ്. എന്തുകൊണ്ടാണ്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ബാല്യക്കാർക്ക് വേണ്ടിയിട്ട് വചനം എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ സംസാരിക്കുന്ന വചനങ്ങള് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കും പ്രായമായവർക്കും വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, നിങ്ങളെ പോലുള്ള കുഞ്ഞുങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. കാരണം ഞാനിവിടെ എനിക്കൊരു കൃഷിയിലുണ്ട്. ഈ പിള്ളേരൊക്കെ ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കും. അപ്പൊ ചിലപ്പോൾ അവര് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അപ്പൊ ഇന്നെന്നാ എല്ലാവരും നല്ലൊരു പാട്ട് പാടി, നല്ല ശബ്ദത്തിൽ എല്ലാവരും പാട്ട് കേട്ടു കുഞ്ഞുങ്ങളുടെ. അപ്പൊ എനിക്കൊരു സന്തോഷം തോന്നി. ഹല്ലേലൂയ. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിന്റെ 14-ാം അധ്യായം അതിന്റെ 13 തോന്നുന്നു. ഇത് കേട്ടിട്ട് യേശു അവിടം വിട്ടു, പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ടു. അതിന്റെ 21 വായിച്ചാൽ 20-21 വായിച്ചാൽ അല്ല 14-ന്റെ 20-21. എല്ലാവരും ചെന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കുട്ട നിറച്ചെടുത്തു. നിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. അവിടെ വലിയൊരു വചന ശുശ്രൂഷ കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ എല്ലാം കഴിഞ്ഞ് ശിഷ്യന്മാര് പറഞ്ഞു ഇവരൊക്കെ എന്ത് ചെയ്തു? ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ അവരെ ഭക്ഷണം കഴിക്കാനായിട്ട് വിടണം എന്ന് പറഞ്ഞപ്പോ യേശുവരാണ് അവരെ ഭക്ഷണം കഴിക്കാനായിട്ട് വിടാനോ? എവിടെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് വിടാനോ? വേണ്ട, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു അല്ലേ. നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് അവിടെ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ 5000 പുരുഷന്മാര് കഴിഞ്ഞു. അപ്പൊ അവിടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? സ്ത്രീകളും പൈതങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എപ്പൊ തുടങ്ങിയതാ? രാവിലെങ്ങാണ്ട് തുടങ്ങിയതാന്ന് തോന്നുന്നു അല്ലേ. അത്രോ ദീർഘസമയം ഈ പൈതങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവര് വിശന്നിരിക്കുകയായിരുന്നു. അല്ലേ ലിയ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിട്ടേ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴേ ഇറങ്ങി ഓടുന്നതാണ്. അല്ലേ ലിയ? നമ്മളങ്ങനല്ല. കുഞ്ഞുങ്ങളാണേലും കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവം കുഞ്ഞുങ്ങളോടും കൂടെ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളും ദൈവത്തോട് ചേർന്നിരിക്കുന്നത്. അതിന് വേറൊരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങൾ നോക്കുമ്പോ അപ്പനും അമ്മ എഴുന്നേറ്റ് ആദ്യമേ ഓടുന്നുണ്ട്. അപ്പൊ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. നമ്മളെ സകലത്തിലും മാതൃകയാക്കിയിട്ട് കാണിക്കണമെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മളെ നോക്കുമ്പോ അപ്പൊ പോകുന്നുണ്ട്, കുഴപ്പമില്ല, അപ്പനെ ഉറങ്ങാം, അപ്പൊ എനിക്ക് ഉറങ്ങാം. അല്ലല്ല, ഈ ചിന്തകൾ നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് മാതൃകയായിട്ട് കാണിക്കാൻ വേണം. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയും വേണം. കാരണം ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്നാ പറഞ്ഞത്. അല്ലല്ലോ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒരു നിഷ്കളങ്ക മനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ നിഷ്കളങ്കരും, അവര് എന്താ പറയുന്നത്, ഒരാളെ അവരിങ്ങനെ മനസ്സിൽ കുറ്റമല്ലേ ചിന്തിച്ച് അങ്ങനെ ഒരു കാണുന്നില്ലാത്തതുകൊണ്ട് അവർ നിഷ്കളങ്കരായതുകൊണ്ട് നമ്മൾ അവരെ പോലെ ആയി വരണമെന്ന് പറഞ്ഞു. അപ്പൊ അവരെ നമ്മളിപ്പോ വഴക്ക് പറഞ്ഞാലും അടിച്ചാലും ഒക്കെ എന്ത് ചെയ്യും? 5 മിനിറ്റ് കഴിയുമ്പോൾ അവര് നമ്മുടെ തോളെ തന്നെ വീണ്ടും ഉണ്ടാവും. അല്ലല്ലോ. നമ്മളാണെങ്കിലോ അവനെനിക്കിട്ടൊന്ന് പറഞ്ഞ് കൊടുക്കണം, തിരിച്ചറിയണമെന്ന് പറഞ്ഞിട്ട് നമ്മളിരിക്കുന്നത്. അല്ലല്ലോ. അപ്പൊ ആ മനോഭാവം ഒക്കെ മാറിയിട്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ മനോഭാവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാവും നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ, അവരുടെ മാനസികാവസ്ഥ നിങ്ങളിലേക്കായി വരുന്നില്ല എങ്കിൽ എനിക്ക് കിട്ടുന്ന ശിക്ഷകള് കുഴപ്പമില്ല, എന്റെ പിതാവല്ലേ ശിക്ഷിച്ചേ, അല്ലെ എന്റെ മാതാവല്ലേ ശിക്ഷിച്ചേ, എന്റെ അധ്യാപകരല്ലേ ശിക്ഷിച്ചേ എന്നുള്ള മനോഭാവത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പിതാവാണല്ലോ നമുക്ക് ബാലശിക്ഷ നൽകുന്നത് എന്നുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ വരുമ്പോഴേ എന്ത് ചെയ്തുള്ളൂ? നമ്മൾ ശിശുക്കളെ പോലെ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ? സ്വർഗ്ഗരാജ്യത്തിന് നമ്മൾ അവകാശികളായി തീരത്തുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങള് സന്തോഷത്തോടെ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും അല്ലേ. അല്ലല്ലോ. നമ്മള് എല്ലാവരും പ്രാർത്ഥന ദൈവം കേൾക്കും, പക്ഷെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയും പ്രത്യേകിച്ച് ദൈവം കേൾക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ദൈവത്തോട് ചേർന്നിരിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും നമ്മൾ എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാല് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് വിശ്വാസത്തിലേക്ക് വന്നത്. അപ്പോൾ എനിക്ക് പലവിധ സാക്ഷികളും എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് പല തലവേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മാറിയത് ഈ പ്രാർത്ഥനയോട് മാത്രമാണ്. ഞാൻ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ട് എൻ്റെ തലവേദന ജീവിതകാലത്ത് മാറത്തില്ല, എനിക്ക് പാരമ്പര്യമായിട്ടുള്ള തലവേദനയാണെന്ന് പറഞ്ഞാൽ മാറൂലെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര കഠിനമായിട്ടുള്ള തലവേദന ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രാർത്ഥനയല്ല മാറിയത്. അല്ലല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആരോട് പറയാം? കർത്താവിനോട് പറയാം. അപ്പനോടും അമ്മയോടും പറഞ്ഞിട്ട് മരുന്ന് മേടിച്ച് തരാനേ അപ്പനും അമ്മയ്ക്കും പറ്റത്തുള്ളൂ. കർത്താവിനോട് പറയാം, കർത്താവേ എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, മാറ്റി തരണം എന്ന് പറഞ്ഞാൽ കർത്താവ് മാറ്റി തരും, നിശ്ചയമായിട്ട് മാറ്റി തരും. അല്ലല്ലോ. നിശ്ചയമോട് കുറച്ചാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അല്ലേ. 3ാം ക്ലാസ് പഠിക്കുന്നുണ്ടല്ലോ പ്രാർത്ഥിച്ചു തുടങ്ങി. 3ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങി.
എനിക്കൊരു കുഞ്ഞാവേ വേണം, തന്നെ അനിയന് ഒരു കുഞ്ഞാവേ വേണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയത്. എന്നിട്ട് ഇടയ്ക്ക് കുറെ നാളായല്ലോ, ദീർഘമായിട്ട് പ്രാർത്ഥിച്ചു, കുറെ നാളായി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. അപ്പൊ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ 3ാം ക്ലാസ് മുതൽ പ്രാർത്ഥിക്കല്ലേ, എന്നിട്ട് എന്താ കർത്താവ് കേൾക്കാത്തതെന്ന് ചോദിച്ചു. അല്ലല്ല, അതിന് ഉത്തരം പറയാനുള്ള ഇതെനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കർത്താവ് തരും, കർത്താവിന്റെ സമയത്ത് കർത്താവ് തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി ഇരുന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ കേട്ടല്ലോ, എനിക്ക് മറുപടി പറയാനില്ല, കർത്താവിന് മറുപടി കൊടുത്തോണം. കുഞ്ഞിന്റെ വിശ്വാസം. അല്ലല്ല, പ്രാർത്ഥന ദൈവം കേട്ടു. അല്ലല്ല, നമുക്ക് സമയം, നമ്മളെ സമയം കണ്ടെത്തും, നമുക്ക് ഇന്ന സമയത്ത് വേണം. അല്ലല്ല, അങ്ങനെയല്ല ഒരിക്കലും കർത്താവ് പ്രവർത്തിക്കുന്നത്. കർത്താവ് എപ്പോഴാണ് പ്രവർത്തിക്കുന്നത്? കർത്താവിന്റെ സമയത്താണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അല്ലല്ല, നമുക്ക് യെശയ്യാവിന്റെ ദിവസം 58-ാം അധ്യായം അതിന്റെ 8 മുതൽ വാക്യം വായിക്കാം. 58-ന്റെ 8 മുതൽ. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊടി വരും, നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമറിയും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അന്വേഷിക്കും. അപ്പൊ ഇവിടെ പറയാണ്, അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. അത് മുന്നോട്ട് അതിന് കുറച്ച് പുറകോട്ട് വായിക്കണം. നിന്റെ അപ്പം നോക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങൾക്കായി ആയിരിക്കുന്നവർക്ക് നിന്നെ താൻ മറക്കാതെ നിൽക്കുന്നതുമല്ലേ. അല്ലെ, വിശപ്പുള്ളവര് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർക്കുക. അപ്പൊ ഈ പ്രാർത്ഥനയെ കുറിച്ച് അല്ലെങ്കിൽ ഉപവാസത്തെ കുറിച്ച് അവിടെ പറയുന്നത് നമ്മള് പ്രാർത്ഥനയെ കൊണ്ടൊന്നും കാര്യമില്ലെന്നാണ്. വെറുതെ നമ്മൾ ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കാര്യമില്ല, പ്രവൃത്തികളാണ് നമുക്ക് വേണ്ടത്. അല്ലല്ല, നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, ദീർഘമായിട്ട് പ്രാർത്ഥിക്കും, എനിക്ക് എന്ത് ചെയ്യണം, എന്റെ ജോലിയിൽ എനിക്ക് നല്ല ഉയർച്ച തരണം, എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ മെച്ചം തരണം, എനിക്ക് വലിയൊരു വീട് പണിയാൻ സഹായിക്കണം, വലിയൊരു കാർ മേടിക്കാൻ സഹായിക്കണം. ഇതൊക്കെ നമ്മൾ ദീർഘമായിട്ട് പ്രാർത്ഥിക്കും. നമ്മുടെ ഭൗതിക ആവശ്യങ്ങളാണ് നമുക്ക് വേണ്ടതാണ്. പക്ഷെ ഇതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, നമുക്കൊരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരാളെ സഹായിക്കാനുള്ള മനസ്സരിവില്ല എങ്കിൽ ദൈവം എങ്ങനെ നമ്മളോട് മനസ്സരിവ് തോന്നും? അല്ലല്ല, അതുതന്നെ പറഞ്ഞ ഒരിക്കല് ഒരു കടം ഇളച്ചു കൊടുത്ത യജമാനെ കുറിച്ച് പറഞ്ഞല്ലേ, കടം ഇളച്ചു കൊടുത്തു, എത്ര കാശ് കൊടുക്കാനുണ്ടായിരുന്നത്, അത് സാരമില്ല, ഇനി എനിക്ക് തരണം, പൊക്കോ എന്ന് പറഞ്ഞ് കടം ഇളച്ചു കൊടുത്തിട്ട് അവനെ പറഞ്ഞു വിട്ടു. പക്ഷെ അവൻ പോയ വഴിക്ക് എന്ത് ചെയ്തു, അവനൊരു 10 രൂപ കൊടുക്കാണ്ടായിരുന്നതിനെ കണ്ടപ്പോ പിടിച്ച് കൊങ്ങയ്ക്ക് പിടിച്ച് നിർത്തിയിട്ട് നീ എന്റെ കാശ് ഇവിടെ വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞല്ലേ. അല്ലല്ല, നമ്മൾ പലപ്പോഴും നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നവരാണ്. പലവിധ നന്മകളും നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നവരാണ്. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അല്ലെ. നമ്മുടെ സന്തോഷം, മാനസിക സന്തോഷമൊക്കെ ദൈവം തരുന്ന അനുഗ്രഹമാണ്, സമാധാനം ദൈവം തരുന്ന അനുഗ്രഹമാണ്. ഇതൊക്കെ നമ്മൾ പ്രാപിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ഇത് എത്രത്തോളം പകർന്നു കൊടുക്കുന്നുണ്ട്? അല്ലല്ല, അല്ലല്ല, നമ്മളിപ്പം ഭവനത്തിലാണെങ്കിലും എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചോ ഇരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും അല്ലെ. പേഴ്സണലി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടും. പക്ഷെ ആ സമാധാനം നമ്മൾ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കണം. അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ സമാധാനം ഞാൻ മാത്രം നേടിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യം എന്ന് പറഞ്ഞത്. നമ്മൾ എവിടെയാണെങ്കിലും എന്ത് ചെയ്യണം, അവിടെ ആ സമാധാനം ഉണ്ടാക്കണം. നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത് അതേപടി മറ്റുള്ളവർക്കും, നമ്മുടെ ഭവനത്തിലുള്ളവർക്കും, നമ്മുടെ കൂടെയുള്ളവർക്കും, നമ്മുടെ സഭയിലുള്ളവർക്കും, നമ്മുടെ ദേശത്തും പറഞ്ഞു കൊടുക്കാനുള്ള. അല്ലല്ല, അല്ലല്ല, ദൈവം എനിക്ക് സമാധാനം തരുന്നുണ്ടെങ്കിൽ ഞാൻ ആ സമാധാനം എന്ത് ചെയ്യണം, മറ്റുള്ളവർക്കും കൊടുക്കണം. അല്ലല്ല, ദൈവം എനിക്ക് സാമ്പത്തികമായിട്ട് തരുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ മറ്റുള്ള ഒരാളെ സഹായിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ ഞാൻ സഹായിക്കണം. അല്ലല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി എല്ലാവരെയും സഹായിക്കാൻ പറ്റത്തില്ല. അല്ലല്ല, കാരണം ഇവിടെ കാണുന്നു നമ്മൾ വാർത്തകളിലൊക്കെ ആ സഹായം അവരിലേക്ക് പലരും അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നില്ല. നമുക്ക് നേരിട്ട് നമുക്ക് അറിയാവുന്നവരെ നമുക്ക് സഹായിക്കാം. അല്ലല്ല, സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്നവരോ മാനസികമായിട്ട് തകർന്നിരിക്കുന്നവരോ ശാരീരിക രോഗങ്ങളാൽ തകർന്നിരിക്കുന്നവരോ ഒക്കെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് പ്രാർത്ഥനയാൽ സഹായിക്കാം. പലരും കാരണം പ്രാർത്ഥനയാൽ നമ്മൾ ബലപ്പെടുന്നുണ്ട്. അല്ലല്ല, നമ്മൾ തകർന്നിരിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ച് നമ്മൾ ബലപ്പെടുന്നുണ്ട്. അപ്പൊ ആ പ്രാർത്ഥനയാൽ നമ്മൾ മറ്റുള്ളവരെ ബലപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലല്ല, അപ്പൊ ഇവിടെ വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കിടക്കുകയും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുകയും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമല്ലയോ. അല്ലല്ല, നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ പലപ്പോഴും പലരാണ് ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കുക എന്ന് പറയാറുണ്ടല്ലേ. അല്ലല്ല, അത് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം, എല്ലാവരോടും നമ്മള്
ഓപ്പണായിട്ട് എല്ലാവരോടും ഹല്ലേലൂയ നമ്മളെന്താണ് അത് എല്ലാവരോടും നമ്മൾ അങ്ങനെ തന്നെ കാണുക. ഹല്ലേലൂയ. കാരണം ഒരിക്കലും ഒരു കഥയുണ്ട്. അനാഥാലയത്തിൽ കൊണ്ടുവിടാനായിട്ട് കാർന്നോരെ അനാഥാലയത്തിൽ കൊണ്ടുവിടാനായിട്ട് പോയത് അപ്പനെ. അപ്പോൾ കൊണ്ടുപോയപ്പോൾ കൊച്ചു കൊണ്ടുകൂടെ. അച്ഛനെ അവിടെ കൊണ്ടുവിട്ടിട്ട് വന്നപ്പോഴത്തേന് കുഞ്ഞു വച്ച അവിടെയല്ലേ മോൻ അവിടുന്ന് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ അപ്പം ചോദിച്ചു, നീ എന്തിനാണ് അവിടുന്ന് നമ്പറൊക്കെ മേടിച്ചേ? അല്ല, ഈ അപ്പം വലുതായി കുറച്ച് പ്രായമായി കഴിയുമ്പോൾ എനിക്കും അവിടെ കൊണ്ടുവിടാനുള്ളതല്ലേ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താണ് ചെയ്തു വരുന്നത് അത് തന്നെയാണ് നമുക്കും കിട്ടാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ലോകത്ത് നന്മ ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരോട് എൻ്റെ സഹജീവികൾക്ക് നന്മ ചെയ്തെങ്കിൽ മാത്രമേ കർത്താവിൽ നിന്ന് എനിക്ക് നന്മ പ്രാപിക്കാൻ കഴിയൂ. ഹല്ലേലൂയ. അല്ലാതെ ഞാൻ വെറുതെ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ടല്ല. കർത്താവ് പറയും, നിനക്ക് ഉണ്ടായിരുന്ന സമയങ്ങളിൽ നീ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചാൽ, നീ ആർക്കെങ്കിലും സമാധാനം കൊടുത്തിട്ടുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചാൽ, നീ ആർക്കെങ്കിലും നല്ലത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചാൽ, ഹല്ലേലൂയ, ഉണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞില്ലേ, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വരും അല്ലേ? എന്താ ധൂളി നിന്റെ സ്തുതിക്കുമോ? എന്തുകൊണ്ടാ ചോദിക്കാൻ പറ്റിയത്? മറ്റുള്ളവരൊക്കെ നോക്കി നിൽക്കുമ്പോൾ തൻ്റെ ഭാര്യയായിരിക്കുന്നത് പുച്ഛിച്ചപ്പോഴും അതിനെല്ലാം മുന്നിൽ നിന്നിട്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് നൽകിയിരിക്കുന്ന ശബ്ദം കൊണ്ടും എനിക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം കൊണ്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, എനിക്കൊരു രോഗം വരുമ്പോൾ കർത്താവെ ഈ രോഗം മാറ്റി തന്നാൽ ഞാൻ പഴയ പോലെ കർത്താവിനെ സ്തുതിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിലോ കർത്താവ് രോഗം മാറ്റിയാലും നീ സ്തുതിക്കത്തില്ല, പിന്നെ എന്തിനാ രോഗം മാറ്റുന്നത് കർത്താവ് ചിന്തിച്ചാലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഞാനിപ്പോ ഇവിടെ ഇത്ര ശബ്ദത്തിൽ പുറകിരിക്കുന്നവർ കേൾക്കത്തില്ലേ, ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ട്. 2022 ഈ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ അടുത്തിരിക്കുന്ന ആളോട് പോലും ഞാൻ സംസാരിച്ചാൽ കേൾക്കത്തില്ലായിരുന്നു. ആ രോഗം വന്ന് TV വന്ന് ബാധിച്ച് കഴിയുമ്പോഴത്തേന് അടുത്തിരിക്കുന്ന ആളോട് പോലും എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്രയും എൻ്റെ ശബ്ദം താന്നുപോയായിരുന്നു. ഞാൻ അതിൽ കൂടുതൽ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ ഛർദ്ദിക്കുന്നൊരവസ്ഥയായിരുന്നു. ഹല്ലേലൂയ. ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇത്രയോ ശബ്ദത്തിൽ സംസാരിക്കാൻ കർത്താവ് നൽകിയ കൃപ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ നന്മയെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് പറയണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് രോഗമുണ്ടോ? ഇതുപോലെ ദൈവം സൗഖ്യപ്പെടുത്തുമെന്ന് എനിക്ക് പറയാൻ സാധിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ക്ഷീണം ദൈവം ഇതുപോലെ മാറ്റുമെന്ന് എനിക്ക് പറയാൻ സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വായിക്കാം. അതിന്റെ 9-ാം വാക്യം വായിക്കാം. യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കി കളയുകയും, നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കി കളയുക. ഹല്ലേലൂയ. ലേഖനത്തിൽ പറയുന്ന അടിമ നിമിത്തത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഒരിക്കലും നമ്മുടെ മുഖത്തിന്റെ കീഴിലായിരുന്നു ഈ ലോകത്തിന്റെ ദൈവം, അതായത് സാത്താൻ വായിച്ചിരിക്കുന്ന മുഖത്തിന്റെ കീഴിലായിരുന്നു ഒരിക്കലും. പക്ഷെ അവിടുന്ന് നമ്മളെ വീണ്ടെടുത്ത് നമുക്ക് വേണ്ട ബലവും ശക്തിയും ഒക്കെ നൽകിയല്ലേ, നമുക്ക് വേണ്ടതൊക്കെ നൽകി നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുക. അപ്പൊ വീണ്ടും ആ മുഖത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുതെന്നാണ്. പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ജീവിത സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഒഴുകിപ്പോ. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് പ്രതിസന്ധി, ഇപ്പൊ ഈ വിശ്വാസ കാര്യങ്ങളിൽ തന്നെ അനേകരും പല പല രീതിയിൽ വിശ്വസിക്കുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് പോയി, ഞാൻ അവരെ കുറിച്ച് ചിന്തിക്കായിരുന്നു. അവരുടെ വിശ്വാസം എത്തുമായിക്കോട്ടെ, ഞാൻ അവരെ കുറിച്ച് ചിന്തിക്കായിരുന്നു. അവര് ഒരു 9 വ്യത്യസ്ത കുടുംബങ്ങളാണ്. അവര് ചെയ്യുന്നത് ബേസിക്കലി തെറ്റാണ്. അവരുടെ വീടും അവരുടെ സ്ഥലവും കാര്യങ്ങളും എല്ലാം വിറ്റിട്ട് അവരെല്ലാരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, പണ്ട് അപ്പസ്തോലന്മാർ ചെയ്ത പോലെ. അപ്പൊ അപ്പസ്തോലന്മാർ അവിടെ അന്ന് ആദിമ സഭയിൽ ഇങ്ങനെ കൂടി വന്നു എന്ന് മാത്രം വരെ അവർ വായിച്ചുള്ളൂ. തുടർന്ന് വന്ന ആ സഭയ്ക്ക് വന്ന പ്രശ്നങ്ങളും അവിടെ ഉണ്ടായ പ്രതിസന്ധികളൊന്നും അവര് കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഞാൻ അവരോട് ചോദിച്ചില്ല, കുറച്ച് വചനമൊക്കെ സംസാരിച്ച് പോന്നു. അങ്ങനെ കൂടി ഇരിക്കുന്ന ഒരു കൂട്ടം. പക്ഷെ ഞാൻ അവരുടെ സമാധാനം, അവരുടെ ഐക്യം ഹല്ലേലൂയ. 9 ബ്ലഡ് റിലേഷൻ ഉള്ള ഫാമിലി അല്ല, എവിടെയൊക്കെയോ കിടന്ന 9 കുടുംബങ്ങൾ. അവരവിടെ കൂടി വന്ന് വളരെ ഐക്യത്തോടെ ഒരു സ്ഥലം മേടിച്ച് ഒരു വലിയൊരു വീട് വെച്ച് അവിടെ ഒരു ക്വാർട്ടേഴ്സ് പോലെ പലർക്കും റൂമുകൾ കൊടുത്ത് അങ്ങനെ താമസിക്കുക. ഇവിടെ ആഴ്ചയിൽ 1 കണ്ടിട്ട് പലയിടത്തും അടിയ. ഹല്ലേലൂയ. അവിടെ അത്രയും നാളുകളായിട്ട് 16 വർഷമായിട്ട് അവർ കൂടിയിരിക്കുക. 16 വർഷമായിട്ട്. ഹല്ലേലൂയ.
അവരെക്കാളും കൂടുതൽ ഐക്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായത് നമ്മുടെ ഭവനങ്ങളിൽ. ഹല്ലേലൂയ. കാരണം നമ്മൾ ഈ സത്യം തിരിച്ചറിഞ്ഞവരാ. അവരെക്കാൾ ഉപരിയായി സത്യം, ആ മർമ്മം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയതാണ്. ഹല്ലേലൂയ. നമുക്കാണ് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങളിലാണ് കൂടുതൽ സമാധാനം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ആ സമാധാനം നമ്മുടെ ഭവനങ്ങളിൽ ഇല്ല എങ്കിൽ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നില്ലെന്ന് അർത്ഥം. ഹല്ലേലൂയ. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നില്ലെങ്കിൽ നമ്മളിവിടെ വരുന്നതിന് അർത്ഥമില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിന് അർത്ഥമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പഴയ ആ സമാധാന കേടിലേക്ക് പോകരുത്, അടിമനുഖത്തിലേക്ക് പോകരുത്. ഹല്ലേലൂയ. മുഖവും വിരൽ ചൂണ്ടുന്നതും അതും ഒരു പ്രശ്നമാണ്. എന്ന് പറഞ്ഞാലും പ്രദീപ് തെറ്റുകാരൻ, പ്രദീപ് അത് ചെയ്തോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലേ? അല്ലെങ്കിൽ ടിൻഡിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ എടുക്കാൻ, ഞാൻ തെറ്റ് ചെയ്യുന്നില്ല, ഞാൻ വിശ്വസനല്ലേ. ഹല്ലേലൂയ. അങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ചത് തന്നെയാണ്, അല്ലേ? എന്റെ കുറ്റമൊന്നുമല്ല കർത്താവേ, കർത്താവ് എനിക്ക് കൂട്ടായിട്ട് തന്ന സ്ത്രീ എന്നെ ചതിക്കും. ഹല്ലേലൂയ. കർത്താവ് തന്നില്ലെങ്കിൽ ചതിക്കത്തില്ലായിരുന്നല്ലോ. കർത്താവിനോട് ചോദിച്ചിട്ടല്ല തന്നത്, കർത്താവ് കൊണ്ട് കൊടുത്തതാണ്. അപ്പൊ നമ്മൾ ഈ കുറ്റപ്പെടുത്തലുകൾ, വിരൽ ചൂണ്ടലുകൾ ഒഴിവാക്കണം നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. തെറ്റുകൾ നമ്മൾ സ്വയം ഏറ്റെടുക്കണം. എന്റെ തെറ്റാണ്, പോട്ടെ, സാരമില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ മക്കളായിട്ട് മാറുക, കൂടുതൽ പ്രിയ മക്കളായിട്ട് മാറുക. കർത്താവിന്റെ മക്കളാണ് നമ്മൾ പ്രിയ മക്കളായിട്ട് മാറുക. ഹല്ലേലൂയ. വിരൽ ചൂണ്ടുന്നോ വഷളത്വം സംസാരിക്കുന്നതോ അത് പിന്നെ എപ്പോഴും ഉണ്ടല്ലോ, അല്ലേ? അത് ഒഴിവാക്കണം. നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവരോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നത് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിലെത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് പ്രകാശിക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ്, അല്ലേ? മറ്റുള്ളവർ നമ്മളെ കാണുമ്പോ ബിനോയ് കൊള്ളാം, ബിനോയ് നല്ലതാണ് എന്ന് പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് മറ്റുള്ളവരെ സഹായിക്കാനോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ എന്റെ തെറ്റ് ഞാൻ ഏറ്റെടുക്കാനോ ഇതൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല, ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കണമെന്നല്ല പറഞ്ഞേ. അങ്ങനെ ജ്യോതിഷുകളെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പോകും. വീണ്ടും നമുക്ക് ഇന്ന് താഴോട്ട് പോയിക്കാം. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കുകയും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. ഈ നനവുള്ള തോട്ടം പോലെയും. അല്ല, അതിന് മുന്നേ ഒരു വാക്കുണ്ട്, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും, തൃപ്തിവൃത്തി ചെയ്യും, നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. ഹല്ലേലൂയ. ഈ അന്ധകാരം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുന്നേ പ്രതിസന്ധികളായിട്ട് തരും. പ്രതിസന്ധികളാണെങ്കിൽ ഹല്ലേലൂയ, പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ടല്ലോ. പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, സാമ്പത്തിക പരാജയങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രതികൂലം, നമ്മുടെ അന്ധകാരത്തിന്റെ വിവിധ തലങ്ങളാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞേ, ആ അന്ധകാരം മധ്യാഹ്നം പോലെ പ്രകാശിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ മാറണമെങ്കിൽ നമ്മളിങ്ങനെ കർത്താവിനോടൊന്ന് ചേർന്ന് നിന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. മുട്ടുമ്പോ ഇരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ആദ്യം മുമ്പേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും താഴെ യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും. ഹല്ലേലൂയ. ഇതൊക്കെ ചെയ്താൽ കർത്താവ് നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. ഒന്നുമില്ലെങ്കിലും, ഹല്ലേലൂയ, നിനക്ക് ജോലിയില്ലെങ്കിലും നിനക്ക് സാമ്പത്തികം ഇല്ലെങ്കിലും നിനക്ക് എന്ത് പ്രതികൂലം വന്നാലും കർത്താവ് നിന്നെ നടത്തിക്കോളൂന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതല്ലേ നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. കാരണം സാമ്പത്തിക അനയമുള്ളവരെ നമുക്കറിയാം, ഒരുപാട് സാമ്പത്തികമുള്ളവരെ. അവരൊന്നും ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കുന്നവരല്ല. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് സമ്പത്തില്ലെങ്കിലും ദൈവിക സമാധാനം നമ്മളിൽ ഉണ്ടെങ്കിൽ, ദൈവം നമ്മളെ നടത്തുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എത്ര ശ്രേഷ്ഠമായിരിക്കും കാര്യങ്ങൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഒന്നിനും ഭാരപ്പെടേണ്ട ആവശ്യമില്ല, അല്ലേ? ഇപ്പൊ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ രാവിലെ എഴുന്നേറ്റ് ഇന്ന് എന്നാ ഭക്ഷണം വയ്ക്കും, നാളെ എന്ത് ഭക്ഷണം വയ്ക്കും എന്ന് ഇവർ ചിന്തിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അവരുടെ അപ്പനും അമ്മയും എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് വേണ്ടി കരുതി അവർക്ക് വേണ്ടത് കൊടുക്കുന്നുണ്ട്. ഇന്നത് മതി എന്നും പറഞ്ഞ് വാശി പിടിക്കുന്നത് വേറെ, ഞാൻ നൂഡിൽസേ കഴിക്കൂ എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഉണ്ടോ? ഇല്ലായിരിക്കും, അല്ലേ? ആ, ഇല്ലെങ്കിൽ കൊള്ളാം, നല്ല കുട്ടികൾ.
അപ്പൊ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, അവരുടെ അപ്പനും അമ്മ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ അപ്പൻ ഇത് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മേടിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അപ്പൻ ചെയ്യണമെങ്കിൽ അപ്പം കുറച്ച് വ്യവസ്ഥകൾ മാത്രം പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. നീ ഇങ്ങനെ ചെയ്താൽ ഞാനും നിന്നെ അനുഗ്രഹിക്കാം, അല്ലല്ലോ. നീ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കരുത്. അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നീ നനവുള്ള തോട്ടം പോലെ വരണ്ട നിലത്തിൽ നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറ പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും. കേട് തീർക്കുന്നവരെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവരെന്നും നിനക്ക് പേർ പറയും, അല്ലല്ലോ. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബ്ദത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബ്ദത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും, അല്ലല്ലോ. നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യങ്ങളെ നോക്കിയോ വെറുതെ സംസാരത്തിൽ നേരെ പോകുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നെങ്കിൽ, അല്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഞാൻ കാര്യങ്ങളല്ല കേട്ടോ ഇവിടെ പറയുന്നത്. കാരണം ഞായറാഴ്ച ജോലി നിർബന്ധമായിട്ട് പോകേണ്ട സിറ്റുവേഷനിൽ പോയാൽ പറ്റുള്ളൂ. ഞാൻ ഇത് വായിച്ചു വരുമ്പോൾ അങ്ങനെ ചിന്തിച്ചെന്നാലും പറയരുത്, വായിച്ചു വന്ന കൂടുതലങ്ങ് പറഞ്ഞ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ജോലിക്ക് പോകണം. പക്ഷെ നമ്മളായിട്ട് ഇപ്പൊ ഇന്നലെ നിങ്ങളുടെ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു, എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വരാൻ സാധിക്കുന്നില്ല, അല്ലല്ലോ. ആ ആഗ്രഹത്തെയാണ് കർത്താവ് കാണുന്നത്, അല്ലല്ലോ. നമുക്ക് ഈ പറയുന്ന കർത്താവ് നമ്മളെ എല്ലാം അറിഞ്ഞു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മൾ നിൽക്കുന്ന അവസ്ഥയും നമ്മൾ നടക്കുന്ന അവസ്ഥയും എല്ലാം കർത്താവ് അറിഞ്ഞിട്ട് തന്നെയാണ്, അല്ലല്ലോ. കർത്താവിന് കൊടുക്കുമ്പോൾ എന്താണ്, പൂർണ്ണമായിട്ട് സമർപ്പിക്കണം, അല്ലല്ലോ. ആ വരാൻ പൂർണ്ണമായിട്ട് മനസ്സ് ആഗ്രഹിച്ചാൽ മതി. വരാൻ സാധിക്കുന്നില്ലെങ്കിൽ കർത്താവ് എത്തിക്കുള്ളൂ, അല്ലല്ലോ. ഇസഹാക്കിനെ യാഗമായിട്ട് തല കണ്ടിച്ചങ്ങ് മാറ്റി വെച്ചിട്ടല്ല ദൈവം അനുഗ്രഹിച്ചത്, അല്ലേ. വാളെടുത്തതേ ഉള്ളൂ. അപ്പോഴേ എന്ത് പറഞ്ഞു, മകനെ തുടരുത്. എന്ത് ചെയ്തു? എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? മകനെ യാഗം അർപ്പിച്ചത് ഞാൻ സ്വീകരിച്ചെന്നാ പറഞ്ഞത്, അല്ലല്ലോ. യാഗം നടന്നോ അവിടെ? ഇല്ല. യാഗം കഴിക്കാനുള്ള മനസ്സല്ല, അല്ലല്ലോ. ആ മനസ്സിനെ കാണുന്ന ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്, അല്ലല്ലോ. അപ്പൊ നീ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ കാര്യങ്ങൾ നോക്കി നടത്തിക്കോളാം, അല്ലല്ലോ. അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോഴും കർത്താവിനൊരു മുൻതൂക്കം കൊടുക്കും. കർത്താവേ, എന്റെ സാഹചര്യങ്ങൾ ഇതായതുകൊണ്ടാണ് ഞാൻ പോകുന്നത്, കർത്താവിനോട് പറഞ്ഞിട്ടാ പോകുന്നെങ്കിൽ കർത്താവ് നോക്കിക്കോളൂ ബാക്കി, കർത്താവ് നടത്തിക്കോളൂ ബാക്കി, അല്ലല്ലോ. നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനം വെറ്റുകൊടുപ്പാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും, അല്ലല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിവൃത്തിയാകുക തന്നെ ചെയ്യുന്നു, അല്ലല്ലോ. നമുക്ക് നൽകിയിരിക്കുന്ന അവകാശം എന്താണ്? സ്വർഗീയ അവകാശം, അല്ലല്ലോ. ആ അവകാശം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ ഭൂമിയിലും ഒരു പ്രതിസന്ധിയിലും നമ്മൾ ഭാരപ്പെടേണ്ട അവസ്ഥ വരത്തില്ല, അല്ലല്ലോ. ഞാൻ കർത്താവിന്റെ മകളായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലല്ലോ, കർത്താവ് നിശ്ചയമായിട്ട് നമ്മളെ നടത്തുക തന്നെ ചെയ്യും, അല്ലല്ലോ. കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്റെ അടുക്കൽ വരാൻ വിടാനാണ് കർത്താവ്, അല്ലല്ലോ. അപ്പൊ നമ്മൾ അവരെ പോലെ കുഞ്ഞുങ്ങളെ പോലെ തിരിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം നമ്മളെ നടത്തുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് കാട്ടിക്കുന്നു.